ഈശ്വരൻ പ്രത്യക്ഷപ്പെടില്ല. ഒരാളുടെ മുന്നിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടില്ല. ചില രൂപങ്ങളോ ചില മറ്റു ഭാവങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വരും. ഇവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അബണ്ടൻസ്. അതെന്താ നമ്മൾ മനസ്സിലാക്കാതെ? ഇപ്പോൾ എൻ്റെ ദേവി അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവുക എന്നതിനേക്കാളും വലുത് ഈ ഭൂമിയിലൊന്നുമില്ല, ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. അവരെന്ന് പറയുന്നത് ആരാണ്? ശരീരത്തിനെ എങ്ങനെ സൂചിപ്പിച്ച് കൊണ്ട് നടക്കാം എന്നുള്ള റിസർച്ചിലാണ് നമ്മളെല്ലാ മനുഷ്യരും. എന്നാൽ ഈ ശരീരം ഈശ്വരൻ എന്തിനാണ് തന്നതെന്നും അത് എന്തുപയോഗിക്കാനാണെന്നുള്ള ബോധം നമ്മൾ മറന്നുപോയി. ചേട്ടാ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം പറയുകയുണ്ടായി, സ്പിരിച്വൽ ഡീപ്രമോഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരുടെ, അതായത് കുറച്ച് നാളുകൾ വരെ, അല്ലെങ്കിൽ ഏറെ കാലം വരെ സ്പിരിച്വൽ ലൈഫ് ജീവിച്ചിരുന്നവരുടെ തകർച്ച, ഏറ്റവും അവസാന കാലഘട്ടത്തിലുള്ള തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഉണ്ടായ ഒരു സംശയമാണ്, ഒരു സ്പിരിച്വൽ പേഴ്സൺ എങ്ങനെയാണ് തകരുന്നത്? അവൻ എന്താണ് സ്പിരിച്വൽ ലൈഫിൽ നേടുന്നത്? ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ഒരു കോൺസെപ്റ്റും അവരുടെ ജീവിത രീതികളുണ്ട്. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലിയോ അവരുടെ ചിന്താഗതികളോ ആയിരിക്കില്ല ഒരു സാധാരണ രീതിയിലൊരു സാധു സന്യാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. എല്ലാം സ്പിരിച്വൽ തന്നെയാണ്. ഇതിലെങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വരെ നമ്മൾ അറ്റൈൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതിനുശേഷം എന്താണ് ഈ തകർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊരു സംശയമുണ്ട്. സ്പിരിച്വൽ പേഴ്സൺ എങ്ങനെയാണ് തകരുന്നത്? അതായത് ഒരു ഉദാഹരണം പറയാം. എൻ്റെ കയ്യിലിരിക്കുന്ന രുദ്രാക്ഷമാല, ഞാൻ ഗായത്രിക്ക്, ഞാനൊരു ദൈവമാണ് സങ്കല്പിക്കുക. ഞാൻ ഗായത്രിക്ക് രുദ്രാക്ഷമാല തരാം. എന്നിട്ട് ഗായത്രിയോട് ഞാൻ പറയാം, ഈ രുദ്രാക്ഷമാല ഗായത്രിക്ക് ഏറ്റവും വലിയ സന്തോഷങ്ങൾ, സൗന്ദര്യം, പണം, ബന്ധങ്ങൾ, ഗായത്രി എന്ത് വിചാരിക്കുന്നു അതെല്ലാം ഈ രുദ്രാക്ഷമാല കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ വെച്ച് തന്നാൽ ഇനി ഗായത്രി രുദ്രാക്ഷമാല ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈ രുദ്രാക്ഷമാലയാണ് ഗായത്രിക്ക് സൗന്ദര്യം, സമ്പാദ്യം, വിദ്യാഭ്യാസം, പണം എല്ലാം കൊണ്ട് തന്നത് രുദ്രാക്ഷമാലയാണ്. പക്ഷേ ഇത് ഉപേക്ഷിക്കാതെ എങ്ങനെ ഇരിക്കാം എന്നായിരിക്കും ഇനി ഗായത്രിയുടെ റിസർച്ച് മുഴുവനും, ചിന്ത മുഴുവനും. ഇത് ഞാൻ തന്നതാണെന്ന് ഗായത്രി അങ്ങ് മറക്കും കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ യഥാർത്ഥമായിട്ട് സ്പിരിച്വാലിറ്റിയിലുള്ളവരാണെങ്കിൽ എനിക്കിപ്പോൾ ഇതൊക്കെ തരാം, എൻ്റെ സൗന്ദര്യം എല്ലാം എനിക്ക് ഇതുകൊണ്ട് തരും എന്ന് പറഞ്ഞ് എനിക്കിത് തന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അത് നിരസിക്കുകയായിരിക്കും ചെയ്യുന്നത്. കാരണം സ്പിരിച്വലി യഥാർത്ഥ കോൺസെപ്റ്റ് ഉള്ളവർ. അത് വേറെ വിഷയം, നമുക്ക് എടുക്കാം. ഈ രുദ്രാക്ഷമാല എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. ഞാൻ രുദ്രാക്ഷം അതിൽ ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു വസ്തുവിൽ ഒന്നാണ് നമ്മുടെ ശരീരം. ഈ ശരീരം ഈശ്വരൻ തന്നതാണെന്ന് നമ്മളൊരു ഇടയ്ക്കങ്ങ് വെച്ചങ്ങ് മറക്കും. അത് ശരിയാണ്. ആണ്. ഇനി നമ്മുടെ ചിന്ത പതുക്കങ്ങ് മാറാൻ തുടങ്ങും. സുഖിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, സൗന്ദര്യബോധം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ തുടങ്ങിയിട്ട് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. എന്നിട്ട് ഈ നിലനിർത്താൻ വേണ്ടി നമ്മൾ ദൈവത്തോട് നിന്നങ്ങ് പ്രാർത്ഥിക്കും, ഇതിനെ നഷ്ടപ്പെടാതിരിക്കാൻ, ഇതിൽ രൂപമാറ്റങ്ങൾ വരാതിരിക്കാൻ. അതായത് ശരീരത്തിൻ്റെ സുഖം കുറയുമ്പോഴേ നമ്മൾ ഡിപ്രഷനിലോട്ട് പോവാം. അതായത് നമ്മുടെ സൗന്ദര്യം കുറയുമ്പോഴേ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകും. എന്ന് വേണ്ട നമുക്കൊരു വണ്ടി നമ്മുടെ ശരീരത്തിന് സുഖമായിട്ട് പോകാൻ ഒരു മാരുതി നമുക്ക് പറ്റില്ല, ഒരു ബൈക്ക് നമുക്ക് പറ്റില്ല. നമുക്ക് ഏറ്റവും വില കൂടിയ വണ്ടി തന്നെ വേണം. ശരീരത്തിനെ എങ്ങനെ സൂചിപ്പിച്ച് കൊണ്ട് നടക്കാം എന്നുള്ള റിസർച്ചിലാണ് നമ്മളെല്ലാ മനുഷ്യരും. എന്നാൽ ഈ ശരീരം ഈശ്വരൻ എന്തിനാണ് തന്നതെന്നും അത് എന്തുപയോഗിക്കാനാണെന്നുള്ള ബോധം നമ്മൾ മറന്നുപോയി. ഏത് മനുഷ്യരോട് ചോദിച്ചു നോക്കുക, അവർ മറന്നുപോയി. ഈ ശരീരം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം എന്തിനാന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല ശരീരം എന്തിനാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത്. ഈ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. ഒരാളെ കൊല്ലും, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വേണമെങ്കിൽ ഈ പറയുന്ന ദേവിമാരെ വെച്ചിട്ട് ഉപാസനകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് കർമ്മങ്ങൾ, ദുർമന്ത്രവാദം, കൂടോത്രം തുടങ്ങിയ എന്ത് കാര്യങ്ങളും ചെയ്യും. കാരണം എന്താ? ശരീരത്തിന് വേണ്ട സ്വർണവും മറ്റു പല കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോധം മുഴുവൻ ശരീരബോധത്തിലോട്ടായി മാറി. ഇത് പിന്നീട് നമുക്ക് തകർച്ചകളിലോട്ട് നമ്മൾ കൺവേർട്ട് ആവാൻ തുടങ്ങും ഈ സാധനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ തന്ന സാധനം ഈശ്വരൻ എന്ന് വേണമെങ്കിലും തിരിച്ചെടുക്കും. ഇത് നമ്മുടെ അവകാശത്തിൽ ഒന്നുള്ളതല്ല നമ്മുടെ ശരീരം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ചൈതന്യം മാത്രമേ, ആ ചൈതന്യത്തെ എങ്ങനെ കൊണ്ടുപോകുന്നത് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. നമ്മൾ ഈ ബോഡി കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ നിന്ന് വിട്ടുപോകാൻ നമുക്ക് പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കൂ, നമ്മുടെ ലൈഫിൽ എന്തൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്പിരിച്വൽ ആണെന്ന് കരുതുക. നമ്മൾ ഭയങ്കര സ്പിരിച്വൽ, നമ്മളൊരാളെയും പറ്റിക്കുന്നില്ല, നമ്മളൊരാളെയും വേദനിപ്പിക്കുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ട്, അതൊരു കൃത്യതയുള്ള കാര്യമാണ്. അതിനകത്ത് നമുക്കത് ശരിയെന്നോ തെറ്റെന്നോ അത് വേദന എന്നോ സങ്കടങ്ങളോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ റീസൺ.
അത് ആ സമയത്ത് നടക്കേണ്ടതായിട്ടുള്ള ഒരു റീസൺ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു വലിയൊരു റീസൺ ആയിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തി അവസാനം ദൈവം ഇതെല്ലാം നമുക്ക് തരും. ദൈവം എന്ന് വിട്ടിട്ട് ദൈവമല്ല, ആ ഒരു എനർജി, എന്ത് എനർജിയാണോ ഡെവലപ്പ് ചെയ്യുന്നത് ഈ എനർജി നമുക്ക് ഇതെല്ലാം തരും. അവസാനം നമ്മളോട് ചോദ്യം ചോദിക്കും, നീ എന്തിനാ സ്നേഹിച്ചെന്ന്. എല്ലാവർക്കും ഉണ്ട് ചോദ്യം, നീ എന്തിനാ സ്നേഹിച്ച്? നീ എന്നെ വെച്ചു, നീ ഇപ്പം ഞാനൊരു ദേവിയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ചൈതന്യമാണെന്ന് കരുതുക. ഈ എന്നെ ഉപയോഗിച്ചിട്ട് നീ എന്താ ജീവിതത്തിൽ നേടിയത്? നീ പണമല്ലേ നേടിയത്? പണം നിനക്ക് കിട്ടിയില്ലേ? ഞാൻ പോവാന്ന് പറയും. അങ്ങനെ ഇറങ്ങിപ്പോയി എത്രയോ മനുഷ്യരുണ്ടെന്ന് പറയും. ദേവി ചൈതന്യം, ഭഗവാൻ ചൈതന്യം ഇറങ്ങിപ്പോയ മനുഷ്യർ തകർന്ന് തരിപ്പണമായി പോകും. അപ്പോഴാണ് അവർ വിചാരിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്. അവർ ആ ചൈതന്യത്തെ വെച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ ചൈതന്യത്തെ ഉപയോഗിച്ച് അടിമയെ പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് അടിമേനെ പോലെ അവിടെ പോയി അത് ചെയ്യും, അവിടെ പോയി ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ചെയ്ത് കുറേ നാളെത്തുമ്പോൾ അവനവൻ്റെ വഴിക്ക് പോകും. അപ്പോൾ എന്ത് പറ്റും? എന്താണോ ചൈതന്യത്തെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ചൈതന്യത്തെ ഉപയോഗിച്ച് നമ്മൾ എന്താണോ ഉണ്ടാക്കിയെടുത്തത് അതെല്ലാം മുച്ചോട് മുടിയാൻ തുടങ്ങും. ഇതിലും വലുതായിരുന്നു അത്. ആ ബോധം നമുക്കില്ല. അതായത് എൻ്റെ കൂടെ നിൽക്കുന്ന ഈശ്വരനെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ചൈതന്യത്തെ ഞാൻ ഏറ്റവും സത്യസന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എനിക്ക് എൻ്റെ ചൈതന്യത്തോട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ദേവിയോട് ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. എന്നാൽ എനിക്ക് അധർമ്മികമായ കാര്യങ്ങൾ അത് ചെയ്യാം, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതെനിക്കിനി എന്ത് തന്നാലും, ഇനി എത്ര പണം തന്നാലും ഞാനത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അത് ഞാൻ എൻ്റെ ദേവിയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ചൈതന്യത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. എന്നാൽ ഞാനത് ചെയ്താൽ എനിക്ക് തോന്നാം, വേണ്ട, ഒരാൾക്കെതിരെ കൂടോത്രം ചെയ്യണം, അവനെ നശിപ്പിച്ച് കളയണം. എന്തുകൊണ്ട് സാധിക്കില്ല? 10 മിനിറ്റ് മതി ഗായത്രി. ഒരാളെ നമുക്ക് നശിപ്പിക്കാനോ, ഒരാളെ നമുക്ക് ഇല്ലാണ്ടാക്കാനോ, ഒരാളെ ലൈഫ് ഒന്ന് കളയാനോ 10 മിനിറ്റ് മതി. പക്ഷെ ഞാൻ ആ ചൈതന്യത്തെ ഉപയോഗിച്ചാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും അവസാനം. അതുകൊണ്ട് പൊതുവേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത് പറയാം, ഇനി എന്ത് തരാമെന്ന് പറഞ്ഞാൽ പോലും അൾട്ടിമേറ്റ് എൻ്റെ കൂടെ നിൽക്കുന്ന ഭഗവാൻ ആരാണോ, ഭഗവതി ആരാണോ, അതാണ് എനിക്ക് വലുത്. അതിൽ നിന്ന് എനിക്കൊന്നും വേണ്ട, എനിക്ക് പണവും വേണ്ട, എനിക്കൊന്നും വേണ്ട. എൻ്റെ കൂടെ അത് ഉണ്ടാവുക എന്ന് പറയുന്നതിനേക്കാളും വലുതല്ല അത് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടുന്ന മൂല്യമായിട്ടുള്ള വസ്തുക്കൾ. ഞാനതിൽ ആഗ്രഹിക്കുന്നില്ല. ഈ ബോധം പലപ്പോഴും പല മനുഷ്യർക്കും ഇല്ലാതായി പോയതിൻ്റെ പേരിലാണ് എനിക്ക് ബോധം ഉണ്ടായി കേട്ടോ. അല്ലാതെ ഞാൻ വലിയ സംഭവമായിട്ടല്ലത്. ഇത് പലപ്പോഴും പല മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ദേവി പൂജ, കാളി പൂജ ഉപയോഗിച്ച്, മാംസം കൊടുത്ത്, വരാഹിനെ വെച്ച്, ഹനുമാനെ വെച്ച്, എന്തൊക്കെ വെച്ച് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നു. അവസാനം അവരുടെ ജീവിതം പരാജയമാണ്. ഞാൻ പറയുന്നത് ചുറ്റും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സാധനം വരും. ചുറ്റും നമ്മുടെ പ്രശ്നങ്ങൾ എടുത്തിട്ടും എല്ലാം മാറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ആണെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ഇതവിടെ അത് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഡേഞ്ചറാണ് ഈ അവസ്ഥ. ഈ നമ്മൾ ഉപാസകരുണ്ടല്ലോ, അവർ പല മൂർത്തികളെ വെച്ച് ഉപാസിക്കുന്നവരുണ്ടാവും. അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഉപാസനാമൂർത്തിയെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും വളരെയധികം സമ്പന്നതയിലാണ് നമ്മൾ കാണുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങി വളരെ സമ്പന്നരായിട്ടുള്ള പലരെയും കാണുന്നുണ്ട്. ഇവരുടെയൊക്കെ ഫ്യൂച്ചറിലുള്ള ഈ പതനം, അതായത് ഭാവിയിൽ ഇവരുടെയൊക്കെ പതനം, ഇപ്പോൾ പല കുടുംബങ്ങളും നമ്മൾ കാണുന്നുണ്ട്. മുടിഞ്ഞുപോയ കുടുംബങ്ങളും കുടുംബക്ഷേത്രങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും. ആ സ്പിരിച്വലി യഥാർത്ഥമായിട്ടുള്ള ആ ദേവതകളെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ആരാധിക്കാത്തതിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കാത്തതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ തന്നെയാണോ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്? നമ്മുടെ മാനസികമായ വളർച്ചയ്ക്ക് വേണം ഇവരെ ഉപയോഗിക്കാൻ. അതെ, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക്കായ വളർച്ചയ്ക്ക് ആവരുത് ഇവർ ഉപയോഗിക്കാൻ. ഇനി മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്നല്ല പറയുന്നത്. ഇവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അബണ്ടൻസ്. അതെന്താ നമ്മൾ മനസ്സിലാക്കാതെ? ഇപ്പോൾ എൻ്റെ ദേവി അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവുക എന്നതിനേക്കാളും വലുത് ഈ ഭൂമിയിലൊന്നുമില്ല, ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. ബാക്കി എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. ഞാൻ എങ്ങനെ കാണുന്നത്, ബാക്കി എന്ത് സിമ്പിൾ കാര്യമോ എൻ്റെ കൂടെ അവരുണ്ടാവുക. ഞാൻ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം അവരെൻ്റെ കൂടെ ഉണ്ടാവുക. അവരെന്ന് പറയുന്നത് ആരാണ്? ആ സമയത്ത് നമുക്ക് വരുന്ന ആളുകളാണ്. നമ്മൾ ഏറ്റവും ദുഃഖത്തിൽ, നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന മനുഷ്യരാണ് ആ ചൈതന്യമായിട്ട് വരുന്ന മനുഷ്യർ. അതിൻ്റെ അപ്പുറത്തോട്ട് എന്താ നമുക്ക് എന്താ വേണ്ടത്? ഒരു പക്ഷേ അത് ഏത് ലൈഫിൻ്റെ ഏറ്റവും മോശമായൊരു അവസ്ഥയിലാവാം. ചില ആളുകൾ കണ്ടു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നിന്ന സമയത്ത് ഒരു പയ്യൻ, അതായത് എന്നെ അബദ്ധത്തിൽ കാണുന്ന ആ പയ്യൻ കണ്ടു കഴിയുമ്പോൾ എൻ്റെ അടുത്തൊരു ഓടി വന്നു, ചേട്ടാ
ഞാൻ നിങ്ങളെ കുറേ നാളായിട്ട് കാണുന്ന ആഗ്രഹിക്കുക, എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് കണ്ടത് എന്തിനാന്ന്. ആ പയ്യൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നപ്പോൾ എന്നെ കാണുന്ന കുറേ നാളെ ആഗ്രഹിക്കുന്ന അബദ്ധത്തിൽ റോഡ് സൈഡിൽ വെച്ച് കണ്ട ഒരു പയ്യനാണ് കണക്റ്റായി പോയത്. അപ്പം ഇത് ആരാണ് ഈ പറഞ്ഞു വിടുന്നത്? ഓരോ മനുഷ്യരെയും നമ്മുടെ അടുത്തോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരുടെ അടുത്തോട്ടോ പറഞ്ഞു വിടുന്ന ആരാ? അതിന് നമുക്കൊരു ഉദ്യമം ഉണ്ട് അതിൻ്റെ അകത്ത്. അത് നമ്മുടെ കടമയാണ്. അവിടെ ഞാനൊന്നും ചെയ്യണ്ട, കാരണം അവർ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. അത് എൻ്റെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ശിരസിൽ നിൽക്കുന്ന ആ ചൈതന്യമാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടില്ല, ഒരാളുടെ മുന്നിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടില്ല. ചില രൂപങ്ങളോ ചില മറ്റു ഭാവങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വരും. അവരെ ഈശ്വര തുല്യരായിട്ട് നമ്മളെ സമയത്ത് കാണണം എന്നുള്ളതാണ്. നന്ദി ചേട്ടാ.